മനുവിന് ഞാൻ സമയം അനുവദിക്കും. അതെന്റെ വാക്ക്. ആരാണ് തൃപ്പൂണിത്തുറയിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ്? ആരാണെന്ന് ആരെയൊക്കെ അറിയില്ലേ? തൃപ്പൂണിത്തുറയിൽ എനിക്കറിയാം. മനുവിന് അറിയുമോ? എനിക്കെന്താ അറിഞ്ഞുകൂടാത്തത്? ആരാണ് അത്? ആരാണെന്ന് ആരെയൊക്കെ അറിയില്ലെങ്കിൽ അറിയണ്ട. ഒരു മാധ്യമ പ്രവർത്തകൻ അറിയില്ലെങ്കിൽ എനിക്കറിയാം. BJP-യുടെ കാൻഡിഡേറ്റ് ആരാണെന്ന് എനിക്കറിയാം. അല്ല, അത് മനുവിന് അറിയുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അറിയാമെങ്കിൽ അറിയില്ലെങ്കിൽ പറയേണ്ടതേ. ആര്യാന്നുള്ളൊരു ജേർണലിസ്റ്റ് BJP-യുടെ പത്രസമ്മേളനം നടത്തി കാൻഡിഡേറ്റ് പ്രഖ്യാപിച്ച് NDA കാൻഡിഡേറ്റ് അറിയില്ലെങ്കിൽ പറയേണ്ട. ഞാൻ ചോദിച്ചു, NDA മുന്നണിക്കുള്ള ഒരാളുടെ ഇത് പ്രഖ്യാപിച്ചു, അതിൽ ആരാണെന്ന് അറിയില്ലെങ്കിൽ പറയേണ്ടെന്ന്. നിങ്ങൾ ഇത്രയും വസ്തുത ഏറ്റവും ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കുന്നത് വളരെ വിനയത്തോടു കൂടി മനുവിനോട് ചോദിക്കുകയാണ്. ചോദ്യം ചോദിച്ചു പറ. അത് ഞാൻ ചോദിക്കട്ടെ, 2020 കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് സംശയം ഉണ്ടോ? എനിക്കറിയാം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന്. ആ പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ് അവിടെ ഉണ്ട്. നിങ്ങളുടെ റിപ്പോർട്ടറുണ്ട്, വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾ റിപ്പോർട്ടറോട് വിളിച്ചു ചോദിക്കുന്നു. നിങ്ങളുടെ റിപ്പോർട്ടറോട് വിളിച്ചു ചോദിക്കും. ഞാൻ ചോദിക്കുന്നത് BJP നേതാവായ മനുവിനോടാണ്. ആരാണ് നിങ്ങളുടെ കാൻഡിഡേറ്റ് എന്ന്? ആര്യയുടെ ചോദ്യമൊക്കെ എനിക്ക് മനസ്സിലാവും. ആര്യയുടെ ചോദ്യമൊക്കെ എനിക്ക് മനസ്സിലാവും. ആരാണ് കാൻഡിഡേറ്റ്? അവിടെ കാൻഡിഡേറ്റ് ഉണ്ട്, NDA മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ചോദ്യം, തൃപ്പൂണിത്തുറയിൽ BJP-യുടെ NDA-യുടെ കാൻഡിഡേറ്റ് ആരാണ്? ആര്യ, ഹലോ, എനിക്ക് കേൾക്കാം. മനു അവര് പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. ഞാൻ പറയാം. എന്തായാലും കൃത്യസമയത്ത് മനുവിന് കേൾക്കാതെ ആയിരിക്കുന്നു. മനു കേൾക്കാമോ? കേൾക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിക്കും. ശ്രീ മനു പ്രസാദ്, നേരത്തെ കോൾ കട്ടായി എന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവുണ്ടോ? ആരാണ് നിങ്ങളുടെ കാൻഡിഡേറ്റ് എന്ന്? കോള് കറക്റ്റ് അല്ല, അത് ഇവിടുന്ന് കട്ടായതാണ്. ഞാൻ അതിന് മറുപടി പറഞ്ഞുകൊണ്ടേ ഇരുന്നതാണ്. ഞാൻ 2-3 തവണ നിങ്ങളുടെ ആളുകളോട് സംസാരിച്ചതാണ്. അതിന് ഉത്തരം ആരെയൊക്കെ അറിഞ്ഞുകൂടെങ്കിൽ അറിയണ്ട എന്നുള്ളതാണ് എന്റെ മറുപടി. BJP പ്രതിനിധിയായി വന്നു നിൽക്കുന്ന യുവമോർച്ചയുടെ നേതാവായ താങ്കൾക്ക് പോലും തൃപ്പൂണിത്തുറയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയില്ല. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ചു. ഞാൻ തൃപ്പൂണിത്തുറ വിട്ടു. മനു, കൊടുങ്ങല്ലൂരിൽ ആരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി? പിന്നെ അടുത്ത പറയും. കൊടുങ്ങല്ലൂരിൽ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? NDA-യുടെ സ്ഥാനാർത്ഥിയാണ്, 2020 സ്ഥാനാർത്ഥിയാണ്. ആരാണത്? അല്ല, ഞാൻ അങ്ങനെ ഇപ്പൊ ഉത്തരം പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നിങ്ങളോട്. ശരി.